അപ്പൊ നമ്മള് സി എൻ സിയുടെ കണ്ടിന്യൂഷൻ അല്ലെ, സി എൻ സിയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് നിർത്തിയത് നമ്മുടെ കട്ടിംഗ് പാരാമീറ്റർ എന്നുള്ള സാധനത്തിലാണ് നിർത്തിയത്. അപ്പൊ ഇന്ന് നമ്മളിപ്പോ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യം കൂടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ജസ്റ്റ് നോക്കിക്കാം. അപ്പൊ എന്താണ് പാർട്ട് പ്രോഗ്രാമിംഗ് ഒക്കെ നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു അല്ലെ. അതായത് നമ്മളൊരു പ്രോഗ്രാമിംഗ് സീക്വൻസ് ഉണ്ടെങ്കിൽ ആ സീക്വൻസ് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം അത് നമ്മുടെ ആ ഒരു എംസിന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ലാംഗ്വേജിൽ നമ്മൾ എഴുതി അങ്ങ് നിരത്തി പിടിച്ച് അങ്ങ് എഴുതി കൊടുക്കുന്നു. സൈക്കിൾ സ്റ്റാർട്ട് ബട്ടൺ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും അത് റീഡ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്യുന്ന ആ ഒരു സാധനത്തിനായിരിക്കും പാർട്ട് പ്രോഗ്രാമിംഗ് എന്ന് അറിയപ്പെടുന്നത്. Sequence of instructions which is describe the work which has to be done on a part in the form recorded by a computer under the control of an NC computer programmed help കൂടിയായിരിക്കും പരിപാടി ചെയ്യുന്നത്. Actually, part programming for NC production consisting of a collection of data recorded to produce the part, the calculation of the tool path, etc. in standard format which is in the form acceptable to its MCU or in the other words. അതായത് നമുക്ക് പറഞ്ഞതെന്ന് പറഞ്ഞത് MCUവിന് വായിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഒരു ലാംഗ്വേജിൽ വേണം നമ്മൾ എഴുതി കൊടുക്കാൻ, എങ്കിൽ മാത്രമേ അത് റീഡ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു വെക്കും എവിടെയൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്ര ദൂരം വേണം ആക്ച്വലി ഇത് പോവേണ്ടത്, അല്ലെങ്കിൽ ഏത് പാത്തിലൂടെയാണ് ഇത് കടന്നു പോവേണ്ടത്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി സ്റ്റഡി ചെയ്തിട്ടിരിക്കും. എന്നിട്ടായിരിക്കും നമ്മൾ ഈ ഒരു എന്താണ് ഒരു പ്രോഗ്രാം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു പിന്നെ എൻ സിയിലാണെങ്കിൽ നമ്മുടെ എൻ സി സിസ്റ്റത്തിലാണ് എടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ പ്രോഗ്രാമിംഗ് കാര്യങ്ങളും അല്ല, പകരം നമ്മൾ എന്ത് ചെയ്യുന്നത് പഞ്ച് ചെയ്തിരിക്കുന്ന ടേപ്പിന്റെ ഹെൽപ്പോട് കൂടി അല്ലെ, ഒരു പഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ടേപ്പ് ഉണ്ടെങ്കിൽ ആ ടേപ്പിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഒരു പ്രോഗ്രാംസ് ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്. ആ ഇൻസേർട്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അത് റീഡ് ചെയ്തിട്ടായിരിക്കും ഈ എൻ സി എന്ത് ചെയ്യുന്നത് ന്യൂമറിക്കൽ കൺട്രോൾ ഈ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. നേരത്തെ സി എൻ സി ആണെങ്കിൽ ഒരു കമ്പ്യൂട്ടറുടെ ഹെൽപ്പ് ആയിരിക്കും, നമ്മുടെ എൻ സി ആണെങ്കിൽ ഒരു പഞ്ച് ടേപ്പിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും ഈ പരിപാടികൾ നടക്കുക. Hence, the method of part programming can be of two types depending upon the two technique employed to produce the punched type. അപ്പൊ നമുക്ക് രണ്ട് രീതിയിലായിരിക്കും നമുക്ക് പാർട്ട് പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഒരെണ്ണത്തിന് മാനുവലി നമുക്ക് മേടിയിപ്പിക്കുന്ന രീതിയിൽ അല്ലെ, മാനുവൽ ആയിട്ടുള്ള പാർട്ട് പ്രോഗ്രാമിംഗ്. രണ്ടാമത് പറയുന്നത് കമ്പ്യൂട്ടർ എയ്ഡഡ് പാർട്ട് പ്രോഗ്രാമിംഗ്, CAPP എന്ന് പറയും അല്ലെ. കമ്പ്യൂട്ടർ എയ്ഡഡ് പാർട്ട് പ്രോഗ്രാമിംഗ് ഉണ്ട്, അതുപോലെ മാനുവൽ പാർട്ട് പ്രോഗ്രാമിംഗ്. ഒന്നാമത് നോക്കാം എന്താണ് മാനുവൽ പാർട്ട് പ്രോഗ്രാമിംഗ്. മാനുവൽ പാർട്ട് പ്രോഗ്രാമിംഗ്, data record for machining is written in a standard format known as program manuscripts. Each horizontal line in the manuscript represent a block of information. അതല്ലേ ഓരോന്നായിട്ട് നമ്മൾ മെനക്കെട്ടിരുന്ന് എഴുതി 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 അടിക്കുന്ന സാധനത്തിനായിരിക്കും നമ്മൾ മാനുവൽ പാർട്ട് പ്രോഗ്രാമിംഗ് എന്ന് അറിയപ്പെടുന്നത്. അതേസമയം നമ്മൾ ഇനി അടുത്ത പഠിക്കുന്ന സാധനം കമ്പ്യൂട്ടർ എയ്ഡഡ് പാർട്ട് പ്രോഗ്രാമിംഗ്. നിങ്ങൾ ജസ്റ്റ് ഒരു ഡിസൈനോ ആ കാര്യങ്ങൾ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, കമ്പ്യൂട്ടർ തന്നെ സ്വന്തമായിട്ട് ഒരു പ്രോഗ്രാം അത് തന്നെ കൺസ്ട്രക്ട് ചെയ്യും, അതിന്റെ ബേസിസിൽ അത് തന്നെ വർക്ക് ചെയ്തിട്ട് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പാർട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതായിരിക്കും കമ്പ്യൂട്ടർ എയ്ഡഡ് ആയിട്ടുള്ള പാർട്ട് പ്രോഗ്രാമിംഗ്. ഈ CAD-നകത്തൊക്കെ വരുന്ന അല്ലെ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ് എന്നൊക്കെ പറഞ്ഞ പോലെ അതിനകത്ത് ഈ പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വരച്ചു കൊടുക്കുന്ന എന്താണോ അതിന്റെ ബേസിസിൽ ഇത് വർക്ക് ചെയ്യും. അതായിരിക്കും കമ്പ്യൂട്ടർ എയ്ഡഡ് പാർട്ട് പ്രോഗ്രാമിംഗ്. നോക്കാം. If the component required a great deal of a machining, such as in case of a milling machine or contouring applications, calculation of the cutter path required more calculation, and sometimes if a machining center is used, then selecting different tool for drilling, tapping, boring, milling makes all the part program more tedious and time consuming. അതായത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് നമ്മൾ നിർമ്മിക്കുന്ന ഒരു പാർട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. അതുപോലെ തന്നെ ഭയങ്കര രീതിയിലുള്ള കോണ്ടൂറിങ് വർക്ക് അല്ലെ, നമുക്ക് ഭയങ്കര രീതിയിലുള്ള സ്റ്റെപ്പ് അടിക്കുന്ന വർക്കോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിസൈൻ ഒക്കെ നമ്മൾ വരയ്ക്കുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ എവിടെയൊക്കെയാണ് ആ ഒരു ടൂൾ പോകുന്നത് എന്നുള്ള രീതിയിൽ ഓൾറെഡി നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് ഒരു പാർട്ട് പ്രോഗ്രാമിംഗ് എഴുതി കൺസ്ട്രക്ട് ചെയ്യുന്നത് ഭയങ്കര പാടാണ്. അപ്പം അതിനെ മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഈ കമ്പ്യൂട്ടർ എയ്ഡഡ് ആയിട്ടുള്ള പാർട്ട് പ്രോഗ്രാമിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പം സാധാരണ രീതിയിൽ വെറുതെ നമ്മൾ പ്രോഗ്രാമിംഗ് ഒക്കെ അടിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഓരോ ബ്ലോക്ക് ബൈ ബ്ലോക്ക് വൈസ് ആയിട്ട് നമ്മളാണ് എഴുതി കൊടുക്കുന്നതെങ്കിൽ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. അതുപോലെ തന്നെ കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആയിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്ന പ്രോഗ്രാം കാരണം നമുക്ക് കിട്ടുന്ന ഒരു പാർട്ട് എന്ന് അറിയപ്പെടുന്നത് കുറച്ച് റോങ് ആയിട്ടുള്ള ഒരു പാർട്ടുകളായിരിക്കും കിട്ടുക. മോർ മിസ്റ്റേക്സ് ആർ ഓൾസോ ലൈക്ലി ടു ഓക്കർ. ഏതാണ് അത് നമ്മളിപ്പം മാനുവൽ പാർട്ട് പ്രോഗ്രാമിംഗ് എന്ന് ഉദ്ദേശിക്കുന്ന ജി കോഡ് എം കോഡ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നില്ലേ, ബ്ലോക്ക് 1 ബ്ലോക്ക് 2 ബ്ലോക്ക് 3 എന്ന് പറഞ്ഞ രീതിയിൽ, അതാണ് ഈ മാനുവൽ ഉദ്ദേശിക്കുന്നത്. അതേസമയം ഈ കമ്പ്യൂട്ടർ എയ്ഡഡ് പാർട്ട് പ്രോഗ്രാമിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ പറയുന്നത്, അതായത് അത് ഒരുപാട് വലിയ വർക്ക് അല്ലെങ്കിൽ ഭയങ്കര രീതിയിലുള്ള കോണ്ടൂർ വർക്ക് ഒക്കെ നമ്മളെ കിട്ടുകയാണെങ്കിൽ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മളല്ല പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, പകരം നമ്മൾ ആ ഡിസൈൻ കൊടുക്കുന്നുണ്ട്, ആ ഡിസൈനിന്റെ ബേസിസിൽ കമ്പ്യൂട്ടർ തന്നെ ഒരു പ്രോഗ്രാം സെറ്റപ്പ് ചെയ്യുന്നുണ്ട്, ആ പ്രോഗ്രാമിനെ വെച്ച് അത് റൺ ചെയ്യുന്നുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അത് തന്നെ വർക്കും കാര്യങ്ങളും ചെയ്യുക. ഓക്കെ,
അപ്പം നോക്കി, thus we use a general purpose computer as an aid to reduce the labor involved in the part programming. അതായത് അതെ അതെ, ഇതിപ്പോ അഡ്വാൻസ്ഡ് വെർഷൻ ആണ് ഇവർ പറയുന്നത്. കമ്പ്യൂട്ടർ എയ്ഡഡ് പാർട്ട് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ സാധനം കുറച്ചുകൂടെ അഡ്വാൻസ് വെർഷൻ ആണ്. കമ്പ്യൂട്ടർ എയ്ഡഡ് ആയിട്ടുള്ള പാർട്ട് പ്രോഗ്രാമിംഗ്. അതായത് പാർട്ട് പ്രോഗ്രാമിംഗ് എന്താണെന്നാണ് ആദ്യം പറയുന്നത്. പാർട്ട് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പാർട്ട് നിങ്ങൾ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നെങ്കിൽ ആ മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പ്രോഗ്രാമിംഗ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനായിരിക്കും പാർട്ട് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. പാർട്ട് പ്രോഗ്രാമിംഗ് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. മാനുവൽ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് പ്രോഗ്രാമിംഗ് ചെയ്യാം, കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പോട് കൂടി പാർട്ട് പ്രോഗ്രാമിംഗ് ചെയ്യാം. മാനുവൽ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മാനുവൽ ആയിട്ട് കമ്പ്യൂട്ടറിൽ ഇരുന്ന് ടൈപ്പ് ചെയ്യുന്നു. അതേസമയം കമ്പ്യൂട്ടർ എയ്ഡഡ് ആയിട്ടുള്ള പാർട്ട് പ്രോഗ്രാമിംഗിൽ നിങ്ങൾ ഡിസൈൻ കൊടുക്കുമ്പോഴത്തേക്കും കമ്പ്യൂട്ടർ തന്നെ ഒരു ജി കോഡ് എം കോഡും ആയിരിക്കും. പക്ഷെ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജി കോഡ് എം കോഡ് ആരാ കണ്ടുപിടിച്ച് തരുന്നത്? അവര് തന്നെ കണ്ടുപിടിച്ച് തരും. നമുക്ക് വ്യത്യാസമൊന്നും വരത്തില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ചെയ്യും. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഒരു വൃത്തികെട്ട ഷേപ്പ് ഒക്കെ ആണെങ്കിൽ, ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ജി കോഡ് എം കോഡ് അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. അതായത് ഈ കട്ടറിന്റെ ആക്യുറസി എല്ലാ കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും നമുക്ക് ആക്ച്വലി ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഈ കോണ്ടൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ ഷേപ്പ് ഉണ്ടെങ്കിൽ ആ ഷേപ്പിലോട്ടൊക്കെ എത്തിക്കുന്നത് ആ കട്ടറിന്റെ ആക്യുറസിയും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ കട്ടറിന് എത്ര വിയർ ഉണ്ട് ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി വെക്കണം. എങ്കിലേ നമുക്ക് പ്രോഗ്രാമിംഗ് അങ്ങോട്ട് അടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. പക്ഷെ അത് നമുക്ക് ഇതാക്കുമ്പോഴത്തേക്കും നമുക്ക് ആക്ച്വൽ ആയിട്ടുള്ള ഒരു ഷേപ്പിലോട്ട് എത്തത്തില്ല. അപ്പൊ അതിനെന്ത് ചെയ്യും, കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പോട് കൂടി ഈ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എന്താവും, കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ആക്യുറസി ആയിട്ട് നമുക്ക് ഈ സാധനങ്ങൾ കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? അപ്പം അത് നമ്മൾ പറയുന്നത് സാധാരണ ഒരു കമ്പ്യൂട്ടറിന് പകരം നമ്മളിപ്പോൾ സി എൻ സിയിൽ സാധാരണ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിന് പകരം ഇവിടെ ഒരു അഡീഷണൽ ആയിട്ട് ഒരു കമ്പ്യൂട്ടറും കൂടെ വയ്ക്കും. എന്തിനാ അഡീഷണൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തായിരിക്കും നിങ്ങൾ ഈ ഡിസൈൻ കൊടുക്കുന്നത്. ആ ഡിസൈനിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം അദ്ദേഹം ഇപ്പൊ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ആണെങ്കിൽ ആ സിസ്റ്റത്തിനകത്തായിരിക്കും ജനറേറ്റ് ചെയ്യുക. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. Thus we use a general purpose computer as an add. കണ്ടാ, അത് എഴുതിക്കുന്നുണ്ടല്ലേ, as an add. അതായത് അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഒരു ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറും കൂടെ ഉപയോഗിക്കും. reduce the labor involved in part programming. അത് പാർട്ട് പ്രോഗ്രാമിംഗ് ടൈപ്പ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരാളെ നിർത്തുന്നതിന് പകരം എന്ത് ചെയ്തു, ഒരു കമ്പ്യൂട്ടർ തന്നെയായിരിക്കും അത് ഇതാക്കുക. ജനറേറ്റഡ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു കമ്പ്യൂട്ടർ എക്സ്ട്രാ ആയിട്ട് ഉണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ആക്ച്വലി നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾ കൊടുക്കുന്ന പ്രോംപ്റ്റോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന എന്തിന്റെ ഒരു ഇത് പ്രകാരം അത് പ്രോഗ്രാം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഓൾസോ വൺ ഓഫ് ദ ഹൈ ലെവൽ ലാംഗ്വേജസ് സച്ച് ആസ് APT എന്ന് പറയും. APT എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പ്രോഗ്രാംഡ് ടൂൾസ്. അതുപോലെ അഡാപ്റ്റ് എന്ന് പറയും, സ്പ്ലിറ്റ്, 2LC, അതുപോലെ ഓട്ടോ സ്റ്റോപ്പ് ഈസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ് കമ്പ്യൂട്ടർ പ്രോഗ്രാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ മോസ്റ്റ് കോമൺലി എന്ത് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, നമ്മുടെ ഇരിക്കുന്ന ആ ഒരു പ്രോഗ്രാംസിനെ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളുകൾ ആണ് പറയുന്നത് കേട്ടോ. ഇത് അല്ലെങ്കിൽ ആ ഒരു റൈറ്റിംഗ് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു സാധനങ്ങൾ APT എന്ന് പറയും, ഓട്ടോമാറ്റിക് പ്രോഗ്രാംഡ് ടൂൾസ്. അഡാപ്റ്റ്, സ്പ്ലിറ്റ് ഏതിലാണ്? നമ്മൾ ഇതിനകത്ത് അല്ല, ജി കോഡ് എം കോഡ് അല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ ആ കൂടെ. അതായത് കമ്പ്യൂട്ടറെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ നമ്മൾ അടിക്കണ്ട. ആ, ആ, അതെ. ആ, അത് കൺവേർട്ട് ചെയ്യും. മാത്രമേ ഉള്ളൂ. അങ്ങനെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും. അതായത് നമ്മളിപ്പം അങ്ങനെയല്ലേ ഒരു സ്റ്റാൻഡേർഡ് ആണ്. ഇപ്പം എന്താ തന്നെ ഇപ്പൊ ഈ കമ്പ്യൂട്ടർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരിക്കുന്ന CNC മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ലാംഗ്വേജിലോട്ട് മാറ്റുന്നുണ്ട്. നമ്മളിപ്പോ എന്താ ഇതിലോട്ട് പഠിച്ചിട്ടുള്ളത്, CNC മനസ്സിലാവുന്ന രീതിയിലുള്ള ലാംഗ്വേജ് ആണ് ജി കോഡ് എം കോഡ്. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അടിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പ് വരും. ആ അത് മാനുവൽ ആയി പോയി. അത് മാനുവൽ ആയിട്ട്. ഇനി ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അടിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് അല്ലേ, ഫോൺ എ ഫ്രണ്ട്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഒരാളുടെ ഹെൽപ്പിൽ നമ്മൾ ചെയ്യും. തീർന്നു. ആ അടിക്കണം. അത്രേ ഉള്ളൂ. അതെ.
അതായിരിക്കും. പിന്നെ ജി കോഡും എം കോഡും ആയിരിക്കും. അതിനകത്തുനിന്ന് വരുന്നത് പിന്നെ ജി കോഡും എം കോഡും ആയിരിക്കും. അത് പിന്നെ ഇനിയിപ്പോ നമുക്ക് നമുക്ക് അതിന്റെ കാണേണ്ട യാതൊരു ഇതും ഇല്ല. ജി കോഡും എം കോഡും ആയിരിക്കും. എന്തായാലും നമുക്ക് കിട്ടുന്ന പ്രോഗ്രാം എന്തായാലും ജി കോഡും എം കോഡിന്റെ സാധനങ്ങൾ തന്നെ ആയിരിക്കും കേട്ടോ. ആയിരിക്കുമല്ലോ. എങ്കിലേ ആ MCU വീണ്ടും മനസ്സിലാവത്തുള്ളൂ. MCUന് അതായത് ഇതിന്റെ നമ്മുടെ CNC-ക്കകത്തുള്ള MCUന് മനസ്സിലാവണമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ കോഡ് തന്നെ ആയിരിക്കും വരിക. പക്ഷേ കിട്ടുന്ന സാധനം കുറച്ച് കോംപ്ലക്സ് ആയതുകൊണ്ട് അല്ലേ, നമുക്ക് കിട്ടുന്ന ഒരു സംഗതി അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ആ ഒരു കോണ്ടൂർ അല്ലെങ്കിൽ ആ പാർട്ട് എന്നറിയപ്പെടുന്ന ഭയങ്കര കോംപ്ലക്സ് ആയതുകൊണ്ടാണ് ഈ പരിപാടിയിലോട്ട് നമ്മൾ കയറിയത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളുകൾ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. APT, അഡാപ്റ്റ്, സ്പ്ലിറ്റ്, CL, അതുപോലെ ഓട്ടോ സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഈ പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ടൂളുകൾ. അല്ലെങ്കിൽ പ്രോഗ്രാം എഴുതാൻ വേണ്ടി വിത്ത് ഹെൽപ്പ് ഓഫ് അല്ലെ, ഈ ഒരു കമ്പ്യൂട്ടറിന്റെ ആ ഒരു സാധനത്തിനായിരിക്കും ഇങ്ങനെ പറയാം, APT എന്നൊക്കെ പറയും. APT ലാംഗ്വേജ് അല്ലേ, ഓൾസോ ഓക്കെ, ഓൾസോ വൺ ഓഫ് ദ ഹൈ ലെവൽ ലാംഗ്വേജസ്. APT, അതെ ലാംഗ്വേജ്. ലാംഗ്വേജ്. അപ്പം ഇത് നമ്മൾ കൊടുക്കുന്ന ഇംഗ്ലീഷിലേക്ക് സ്റ്റേറ്റ്മെന്റ് ഒരു ഇതായിരിക്കും കൊടുക്കുന്നത്. ട്രാൻസ്ലേറ്റർ നോൺ ആസ് കമ്പൈലർ പ്രോഗ്രാം ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ലേറ്റ് ഇൻ ദ ഫോം ഓഫ് അക്സെപ്റ്റബിൾ ടു MCU. അതല്ലേ, നമ്മൾ ഇപ്പം ട്രാൻസ്ലേറ്റർ നോൺ ആസ് കമ്പൈലർ പ്രോഗ്രാം ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ലേറ്റ് ഇറ്റ് ഇൻ ദ ഫോം ഓഫ് അക്സെപ്റ്റബിൾ ടു. അതെ, നമ്മൾ കൊടുക്കുന്ന സാധനം അത് ഇതിലേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കമ്പൈലറിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും ഇതാക്കുന്നത്. ഇതെല്ലാം ചോദിച്ചു ക്വസ്റ്റ്യൻ ആണല്ലേ. ഓഹ്, തെറ്റിച്ചു. അപ്പം ഇതുകൊണ്ട് തന്നെ the workload of the part programmer is greatly reduced because he has to do only the following things അല്ലെ. അപ്പം നമ്മൾ താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം അയാൾ ചെയ്താൽ മതി, പാർട്ട് പ്രോഗ്രാമർ അത് മാത്രം ചെയ്താൽ മതി. ഡിഫൈൻ ദ വർക്ക് പാർട്ട് ജോമെട്രി, എന്ത് ജോമെട്രി ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനെ കുറിച്ച് ഇതാക്കുക. ഫോം ഓഫ് ലൈൻ, സെഗ്മെന്റ്, സർക്കിൾ, ആർക്ക്, ഇതിന്റെയൊക്കെ ഹെൽപ്പോട് കൂടിയായിരിക്കും ഏത് പാർട്ടാണ് ആ ഷേപ്പുകൾ എന്താണെന്നുള്ള സാധനം പറഞ്ഞു കൊടുക്കുക. Any repetition work such as drilling a number of equal size, equal speed holes, then only defining the dimension of a single hole. അതായത് ഒരേ രീതിയിലുള്ള ഒരു എന്താണ് ഒരു ഒരു മെഷീനിങ് പ്രോസസ്സാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അല്ലെങ്കിൽ ഒരു 10 ഹോൾ ഇടണം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു ഹോളിന്റെ സൈസ് മാത്രം ഡിഫൈൻ ചെയ്യുക. 10 ഹോളും ഒരേ സൈസിലാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക, ഇൻറ്റു 10 എന്നുള്ള രീതിയിൽ എല്ലാം പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. അപ്പൊ അത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്യും. നമ്മൾ സാധാരണ ഇതിൽ ടൈപ്പ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ 10 10 10 എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യണ്ടേ. അപ്പൊ അതിന് പകരം ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് ഇത് 10 പ്രാവശ്യം ഉണ്ടെന്നുള്ള രീതിയിൽ ഒരു പ്രോംപ്റ്റ് പോലെ അല്ലെങ്കിൽ ഒരു കോഡ് പോലെ അല്ലെങ്കിൽ നമ്മളൊരു എന്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അങ്ങനെ എഴുതി വെച്ചാൽ മതി. ഈ സ്പെസിഫൈങ് ആൻ ഓപ്പറേഷൻ സീക്വൻസ് ഇൻ ദ റിലേറ്റീവ് പൊസിഷൻ റെപ്രസെന്റഡ് ഇൻ കേസ് വിത്ത് ദ അതർ ലൊക്കേഷൻസ്. അതായത് ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ ഏതെങ്കിലും ഒരു സാധനം കഴിഞ്ഞിട്ട് അടുത്തതിലോട്ട് പോകണം എന്നുള്ള രീതിയിലാണെങ്കിൽ ആ ഒരു ഓപ്പറേഷന്റെ ഒരു സീക്വൻസും കാര്യങ്ങളൊക്കെ എഴുതി വിട്ടാൽ മതി. ചിലപ്പം പറയുകയാണെങ്കിൽ ആദ്യം ഡ്രിൽ ചെയ്യുക, ഡ്രിൽ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം, ചിലപ്പോൾ ഷാംഫർ ചെയ്യണമെങ്കിൽ ചെറുതായിട്ട് ഷാംഫർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കൗണ്ടർ സ്റ്റിക്കിംഗ് ചെയ്യാം, അല്ലെങ്കിൽ ബോറിംഗ് ചെയ്യാം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അതിനെ നിരത്തി പിടിച്ച് എഴുതി വെച്ചാൽ മാത്രം മതി. അങ്ങനെ പറഞ്ഞു വിട്ടാ ത്രെഡ് ചെയ്യാൻ മറ്റേ ത്രെഡിന് വേണ്ടിയിട്ടുള്ള ബാക്കി സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞു കൊടുത്താൽ ചെയ്തു പോകും. ഇല്ല. അതെ. അതിന്റെ പ്രത്യേകിച്ച് ഇതൊന്നും അത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുത്താൽ മതി. ഇത്രയാണ് നമ്മൾ സാധാരണ ആയിട്ടുള്ള ഒരു എന്ത് ചെയ്യുന്നത് പാർട്ട് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ പാർട്ട് പ്രോഗ്രാമിംഗ് ഡിഫൈൻ ചെയ്യേണ്ട സാധനം എന്ന് പറയുന്നത് എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എന്ത് വർക്കാണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ ഓപ്പറേഷൻസ് ആദ്യം ചെയ്യേണ്ട ഓപ്പറേഷൻസ് എങ്ങനെയാണോ അതേ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഇനി ചില റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇത്രയും കാര്യങ്ങളെ ആര് ചെയ്യുന്നുള്ളൂ, നമ്മുടെ പാർട്ട് പ്രോഗ്രാമിംഗ് ചെയ്യുന്നുള്ളൂ. മറ്റേതുപോലെ ഇവിടെ മെനക്കെട്ടിരുന്ന് ടൈപ്പ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഇയാൾ ഈ കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. ഇതിപ്പം നമ്മൾ ഒരു വർക്കറിന് പറഞ്ഞു കൊടുക്കുന്ന പോലെ അല്ലെ, നമ്മളെ ഫ്രണ്ടിൽ നമ്മളൊരു സൂപ്പർവൈസർ ആണെങ്കിൽ നമ്മൾ ആ വർക്കറിന് പറഞ്ഞു കൊടുക്കുന്ന പോലെ ഇവിടെ നമ്മൾ സിസ്റ്റത്തിന് പറഞ്ഞു കൊടുക്കുന്നതേ ഉള്ളൂ. ക്ലിയർ അല്ലേ? Computer aided programming method would do the translation of APT program, automatically generate the absolute location of a path for repetitive job with the help of a program. അതായത് പറഞ്ഞല്ലോ ഓൾറെഡി. അതായത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് റെപ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇത് APTയുടെ ഹെൽപ്പോട് കൂടിയായിരിക്കും MCUന് മനസ്സിലാവുന്ന രീതിയിലോട്ട് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് എന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിട്ട് അങ്ങ് കൺവേർട്ട് ചെയ്ത് അവരങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത് APT. Okay. ഇനി പ്രൊസീജിയർ ഫോർ ഡെവലപ്പിംഗ് മാനുവൽ പാർട്ട് പ്രോഗ്രാമിംഗ്. മാനുവൽ ആയിട്ടുള്ള പാർട്ട് പ്രോഗ്രാമിംഗ് നിങ്ങൾ ഇതാക്കുന്ന സമയത്തുള്ള പ്രൊസീജിയർ. Part of programming requires an NC programmer to consider some fundamental elements before the actual programming steps of a part takes place. Elements to be considered as follows. അതായത് ആക്ച്വലി ആയിട്ടുള്ള നിങ്ങളൊരു CNC പ്രോഗ്രാമിംഗ് എടുക്കുന്നു എന്ന് വെച്ചോ, മാനുവലി നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം.
എങ്കിൽ മാത്രമേ മാനുവലി ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ടൈപ്പ് ഓഫ് ഡയമെൻഷനിങ് സിസ്റ്റം, ഏത് ഡയമെൻഷനിങ് സിസ്റ്റം ആണ് തന്നിരിക്കുന്നത് എന്നുള്ള സാധനം. അതായത് നമ്മുടെ ഫിഗറിനകത്ത് തന്നിരിക്കുന്ന എത്ര ടൈപ്പ് ഓഫ് ഡയമെൻഷൻ സിസ്റ്റംസ് ഉണ്ട്, പഠിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അബ്സല്യൂട്ട് അതെ, അബ്സല്യൂട്ട് ആണോ അല്ലെങ്കിൽ ഇൻക്രിമെന്റൽ ആണോ, ഏത് കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഏത് ഡയമെൻഷൻ സിസ്റ്റത്തിലാണ് എന്ത് തന്നിരിക്കുന്നത്, നമ്മുടെ ഇരിക്കുന്ന ഫിഗർ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്നുള്ള സംഭവം നമുക്കൊരു ധാരണ വേണം. അതുപോലെ തന്നെ ആക്സിസ് ഡെസിഗ്നേഷൻ അല്ലെ, ഏതാണ് ആക്സിസ്, ഏതാണ് ഈ മറ്റേ ആക്സിസ് എന്നുള്ള സാധനത്തിന്റെ ഡെസിഗ്നേഷൻ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ എൻ സി വേർഡ്, അതല്ല നമ്മൾ പറഞ്ഞത് സി എൻ സിയുടെ വേർഡുകൾ, കോഡ് വേർഡുകൾ, അതൊക്കെയാണ് പറയുന്നത് എൻ സി വേർഡുകൾ. അതുപോലെ സ്റ്റാൻഡേർഡ് ജി ആൻഡ് എം കോഡ് അല്ലെ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ജി കോഡുകൾ ഏതൊക്കെയാണ്, എം കോഡുകൾ ഏതൊക്കെയാണ്. അതുപോലെ തന്നെ എന്താണ് ടേപ്പ് പ്രോഗ്രാമിന്റെ ഫോർമാറ്റ്, ഏത് ഫോർമാറ്റിലാണ് ടേപ്പിന്റെ ഇത് എടുക്കുന്നത്. അതുപോലെ മെഷീൻ ടൂൾ സീറോ എന്താണ് സെറ്റിംഗ് പോയിന്റുകൾ ഏതൊക്കെയാണ്, അതിനെ കുറിച്ചൊക്കെ ഒരു ധാരണ. അതായത് നിങ്ങളൊരു പ്രോഗ്രാം അടിക്കുന്നതിന് മുന്നേ ഇത്രയും കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതിനകത്ത് നോക്കിയൊക്കെ ഈ ഒരു സാധനം നോക്കണ്ട കേട്ടോ, എന്താണ് ടേപ്പ് പ്രോഗ്രാമിംഗ് ഫോർമാറ്റ് എന്നുള്ള സാധനം നോക്കണ്ട. അതുപോലെ തന്നെ എൻ സിയുടെ വേർഡ്സ്, ഇതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല, എൻ സി വേർഡ്സ് എന്നൊക്കെ പറഞ്ഞൊന്നും കേട്ടിട്ടില്ല. ബാക്കിയെല്ലാ കാര്യങ്ങളും അറിയാം. ന്യൂമറിക്കൽ കൺട്രോൾ, ജി കോഡ് എം കോഡ് വന്നു. അതില് നമ്മുടെ അതിന്റെ സംഭവം എനിക്ക് കറക്റ്റ് അറിയാം. അത് അന്ന് ആ പുള്ളി എന്തോ പറഞ്ഞെന്ന് പറഞ്ഞത്, നമ്മൾ ഈ നമ്മുടെ കാസറ്റ് ഇല്ലേ, നമ്മുടെ പണ്ട് കാലത്ത് കാസറ്റ് ഇല്ലേ, ആ കാസറ്റിന്റെ ഫിലിം കണ്ടിട്ടില്ലേ, ആ ഫിലിമിന്റെ പ്രത്യേകത നിങ്ങൾ ഇതിലെടുത്ത് വെയിലത്തെടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ അവിടെ ഒരു ബ്ലാക്ക് കളറിൽ കാണും. ആ ബ്ലാക്ക് കളറിലുള്ള സാധനമാണ് ആക്ച്വലി പ്രോഗ്രാം. ഈ അതറിയത്തില്ല, അതറിയാം. പഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് മാത്രമേ അറിയാവുള്ളൂ. ഇത് പഞ്ചിങ് ആണ് ആക്ച്വലി ഈ ഒരു സാധനം. അതായത് നിങ്ങൾ എഴുതി കൊടുക്കുന്ന സാധനം ആ പഞ്ച് ചെയ്ത് വിടും. അത് വേണമെങ്കിൽ കണ്ടുപിടിക്കണം. എൻ സിയുടെ സാധനം എന്താണ്, ന്യൂമറിക്കൽ കൺട്രോൾ എന്നല്ലേ പറയുന്നത്. അതിനകത്ത് അതിനുശേഷമാണ് സി എൻ സി വന്നത്. ജി കോഡ് എം കോഡ് വരുന്നത് സി എൻ സിയിലാണ്. കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ, ന്യൂമറിക്കൽ കൺട്രോൾ, വെറുതെ പഞ്ചിന്റെ ടേപ്പിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും ഇതാക്കുന്നത്. ആ ടേപ്പിനെ റീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഉപയോഗിക്കും, അതാണ് ടേപ്പ് റീഡർ. അതിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഈ പരിപാടികളെല്ലാം ചെയ്യുന്നത്. വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന ടേപ്പ് റീഡറിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും. ആ അത് അതെ, അത് അതിനെ കുറിച്ച് വലിയ ഇതില്ല. അത് പഞ്ച് ചെയ്ത് പിടിപ്പിക്കുന്നത് മാത്രമേ അറിയാവുള്ളൂ. നോക്കണം, സെർച്ച് ചെയ്യണം, അത് സെർച്ച് ചെയ്യണം, ആ സാധനം സെർച്ച് ചെയ്യണം. പിന്നെ അന്ന് നമ്മൾ പരീക്ഷയ്ക്ക് അതിന്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ട് അത് പിന്നെ പ്രത്യേകിച്ച് അതിനെ നോക്കാനും പോയിട്ടില്ല. അത് വേണമെങ്കിൽ ചോദിക്കാം, എന്തുകൊണ്ട് അതിനെ കളഞ്ഞു എന്നുള്ള സാധനം അറിയണ്ടേ. അത് കളഞ്ഞു എന്നുള്ള സാധനത്തിന് അറിയാൻ വേണ്ടി പറ്റും. ഇത് വലിയ സാധനം അല്ല, അതെ, ആ റീഡർ എല്ലാം കൂടെ വെക്കുമ്പോഴേ ഭയങ്കര വലുതായി പോകും. സെറ്റപ്പ് എല്ലാം ഭയങ്കര വലുതായി പോകും, പിന്നെ ഭയങ്കര ലാഗും ആവുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ഒരു തെറ്റ് വരികയാണെങ്കിൽ ഫുൾ ടേപ്പിനെ മാറ്റേണ്ടി വരും, ഫുള്ള് മാറ്റേണ്ടി വരും. അപ്പം അതൊക്കെ പറയാം. ഉം, 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 ഉം. അതായത് എങ്ങനെ ഇതിനകത്തോട്ട് അടിച്ചു കൊടുക്കുന്നു എന്നുള്ള സാധനം അല്ലേ, അതല്ലേ വേണ്ടതല്ലേ. അത് പഞ്ചിങ് ആണ് ചെയ്യുന്നത്. പക്ഷെ അത് എന്തിന്റെ കോഡിന്റെ ബേസിസിലാണ് പഞ്ച് ചെയ്യുന്നതെന്ന് അറിയണം അല്ലേ. ഉം, ഉം. നോക്കാം. ബാക്കി നോക്കി നോക്കി, ഇത് ഇത്രയാണ്. അതായത് ആദ്യം നമ്മുടെ വർക്കിന്റെ കോർഡിനേറ്റ് സിസ്റ്റം എങ്ങനെയാണെന്നുള്ള സാധനത്തിനെ കുറിച്ചൊരു ധാരണ വേണം. അതുപോലെ തന്നെ നിങ്ങൾ ഏത് ഡയമെൻഷൻ ആണ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള ഒരു ധാരണ വേണം. നിങ്ങൾ ഏതൊക്കെ ജി കോഡ് ഏതൊക്കെ എം കോഡുകളാണ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നതെന്ന് ഒരു ധാരണ വേണം. അതുപോലെ തന്നെ ഏത് ആക്സിസിന്റെ ഡെസിഗ്നേഷനിലാണ് ആക്ച്വലി തുടങ്ങുന്നതെന്ന് ഒരു ധാരണ വേണം. ഇതൊക്കെ ആയിരിക്കും ഒരു പാർട്ട് മാനുവൽ. ഏതാണ് ആക്സിസ്, എക്സ് ഇസഡ് എന്ന് പറഞ്ഞ സാധനം പഠിച്ചില്ലേ നമ്മള്, എക്സും ഇസഡ് എന്ന് പറഞ്ഞ സാധനം പഠിച്ചു. അല്ല, എക്സ് ഇസഡ് എന്ന് പറഞ്ഞ സാധനം പഠിച്ചില്ലേ, ആക്സിസ് ഡെസിഗ്നേഷൻ. അതിനെ കുറിച്ചോ അങ്ങനെ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആക്സിസ് ഡെസിഗ്നേഷനെ കുറിച്ച് ഒരു അറിവ് വേണമെന്നാണ്. അതായത് ഇസഡ് എവിടെയാണ് ഇരിക്കുന്നതെന്നും എക്സ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞ സാധനത്തെ കുറിച്ച് അറിയാം. അതെ, അതായത് ഇതിപ്പോ നമ്മൾ ടോട്ടലി ഉള്ള പാർട്ട് പ്രോഗ്രാമിംഗ് ആണ് പറയുന്നത്. അതായത് ലെയ്ത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, മില്ലിങ്ങിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അത് രണ്ടും കൂടെ കോമൺ ആയിട്ടാണ് പറയുന്നത്. ലെയ്ത്തിലാണെങ്കിൽ നമ്മൾ എക്സ് ഇസഡ് എന്ന് പറഞ്ഞ രണ്ടെണ്ണം തീരുന്നതാണ്. പക്ഷെ മില്ലിംഗ് ആണെങ്കിൽ നമ്മൾ എക്സ് വൈ ഇസഡ് ഉപയോഗിക്കും. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന സി എൻ സി ഉപയോഗിക്കുന്ന കട്ടിങ് ഓപ്പറേഷനിലൊക്കെ ഉപയോഗിക്കത്തില്ലേ, നമ്മുടെ സി എൻ സി കട്ടിങ് എന്ന ഓപ്പറേഷൻ കണ്ടിട്ടില്ലേ, നമ്മുടെ ലേസർ കട്ടിങ് എന്നൊക്കെ പറയത്തില്ലേ, അതായത് സി എൻ സി കട്ടിങ് എന്നൊക്കെ പറയില്ലേ. അപ്പൊ അതിനകത്ത് ആക്ച്വലി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, എക്സും വൈ ഇസഡ് മൂന്നും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ മൂന്ന് ആക്സിസിന്റെ ഡെസിഗ്നേഷനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, എങ്ങനെയാണ് പോകുന്നതെന്നുള്ള സാധനത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ.
ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം. എന്താണ് നമ്മുടെ ഇപ്പം മാനുവൽ, നമ്മൾ ഇപ്പൊ 2 ടൈപ്പ് ഓഫ് പാർട്ട് പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണെങ്കിൽ മാനുവൽ പാർട്ട് പ്രോഗ്രാമിംഗ് എഴുതുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ചോദ്യം, അല്ലെങ്കിൽ ഇതാണ് ആൻസർ അല്ലേ. മാനുവൽ എഴുതുന്നതിന് മുന്നേ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത് നമുക്ക് ഓർമ്മ വയ്ക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വർക്ക് ഒക്കെ കറക്റ്റ് ആയിട്ട് വെക്കുന്ന സ്ഥലം, വർക്കിന്റെ ഷേപ്പ്, വർക്കിൽ ഉപയോഗിക്കാൻ പോകുന്ന എന്താണ് ഇത് ആക്സിസ് ഡെസിഗ്നേഷൻ എങ്ങനെയാണ്, വർക്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോർഡിനേറ്റ് സിസ്റ്റം എങ്ങനെയാണ്, 0 പോയിന്റ് എങ്ങനെയാണ്. അതെ അതെ അതിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെയാണോ CNC യിൽ അറിയാന്നുള്ളത് അതൊക്കെ നമ്മുടെ ഗോൾഡൻ നട്സ് ആണ്. CNC യിൽ നിങ്ങൾക്ക് എന്തൊക്കെ, എന്നിട്ട് അതിൽ നിന്ന് ആയിരിക്കും ബാക്കി എന്താ വരുന്നത്, അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരും ബാക്കി ക്വസ്റ്റ്യൻസ്. അതായത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക് അറിയാം. അപ്പൊ ബേസിൽ നിന്ന് അടുത്ത ഇട്ട് ഇപ്പൊ നമ്മളിപ്പം ഇതിനകത്ത് എനിക്ക് സ്ട്രൈക്ക് ആയ സാധനം ഇങ്ങനെയായിരുന്നു, ആക്സിസ് കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ആക്സിസ് ഡെസിഗ്നേഷൻ എന്നുള്ള സാധനമാണ് സ്ട്രൈക്ക് ആയെങ്കിൽ എന്നാ പറഞ്ഞു എത്ര ആക്സിസ് ഡെസിഗ്നേഷൻ ഉണ്ടെന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അല്ലെങ്കിൽ കുറച്ചുകൂടെ ആണെങ്കിൽ ഡയമെൻഷനിങ് സിസ്റ്റത്തെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ എത്ര ടൈപ്പ് ഓഫ് ഡയമെൻഷൻ സിസ്റ്റം ഉണ്ട് എന്നുള്ളൊരു ചോദ്യം ചോദിക്കാം. അതുപോലെ തന്നെ ഇപ്പം മെഷീൻ 0 പോയിന്റ് സെറ്റിംഗ് ഉണ്ടെങ്കിൽ എന്താണ് മെഷീൻ 0 പോയിന്റ്, എങ്ങനെയാണ് മെഷീൻ 0 പോയിന്റ് സെറ്റ് ചെയ്യുക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചോദിക്കാം. അതായത് ഇപ്പൊ നമ്മൾ പറയുന്ന സാധനം എന്താണോ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുക. അതാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. അങ്ങനെയുള്ള സാധനങ്ങളാണ് പഠിച്ചു വെക്കേണ്ടത്. ഇതൊക്കെ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നോക്കാം അടുത്ത സാധനം, ഓട്ടോമാറ്റിക്കലി പ്രോഗ്രാംഡ് ആയിട്ടുള്ള ടൂൾസ് അല്ലെ. നമ്മളിപ്പോ CAPP എന്ന് പറഞ്ഞല്ലോ, കമ്പ്യൂട്ടർ എയ്ഡഡ് പാർട്ട് പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനമായിരിക്കും ഓട്ടോമാറ്റിക്. ഇത് ഓട്ടോമാറ്റിക്കലി പ്രോഗ്രാംഡ് ടൂൾസ് എവിടെയൊക്കെ ആയിട്ട് അവിടെ എന്തോ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഇതിന് ട്രേഡ്സ്മാന് CNC ഭയങ്കര ശോകമായി കളഞ്ഞു. ഞാൻ വെച്ചത് കടുപ്പിക്കുന്നു, അത് കടുപ്പിച്ചില്ലല്ലോ. അല്ല ജൂനിയർ ഇൻസ്ട്രക്ടറിന് കടുപ്പിച്ചളഞ്ഞു. ജൂനിയർ ഇൻസ്ട്രക്ടറിന് തലയെ കൊട്ടി തന്നു. അതേസമയം നമ്മുടെ ട്രേഡ്സ്മാന് വലിയ സീൻ വന്നില്ല. അല്ല അത് 2 ക്വസ്റ്റ്യൻ അവന്മാർ ക്യാൻസൽ ചെയ്തു. CNC യിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തോ ക്യാൻസൽ ചെയ്തു. അല്ലാതെയൊക്കെ സിമ്പിൾ ആയിരുന്നു, വലിയ കുഴപ്പമില്ല. വിഷമിപ്പിച്ചില്ല. ഇപ്പൊ നോക്കാം ഇൻട്രൊഡക്ഷൻ. എനിക്ക് തന്നെ മറ്റേ സ്പാർക്ക് റോഷൻ ആ സാധനങ്ങളൊക്കെ തെറ്റിച്ചായിരുന്നു. എന്തിനാണെന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മള് അതായത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തെറ്റിച്ച് അനാവശ്യമായിട്ടുള്ളത്. പിന്നെ അതെ, പിന്നെ അതുപോലെ ഇതിനകത്തുള്ള അത് പിന്നെ ഓവറായിട്ട് തിങ്ക് ചെയ്ത് കളഞ്ഞു. അങ്ങനത്തെ കുറച്ച് തെറ്റിട്ടുണ്ടായിരുന്നു. മറ്റേ സ്റ്റേറ്റ്മെന്റിനകത്ത് തന്നെ ഇത് വന്നൂടെ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് അവിടുത്തെ സെന്റൻസും കാര്യങ്ങളൊക്കെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഓർമ്മയുണ്ട്. പക്ഷെ ഇതെന്ത് വന്നൂടെ എന്ന് പറഞ്ഞ രീതിയിൽ അത് ഇതാക്കിയ സമയത്ത് അതും തെറ്റിപ്പോയി. ഇല്ല നമുക്ക് ത്രെഡും ടേപ്പറും ആയിരുന്നു തേപ്പ് വന്നത്. ടേപ്പറും ത്രെഡ്. പക്ഷെ നമ്മൾ ഏറ്റവും നന്നായിട്ട് പഠിച്ച സാധനം ത്രെഡും ടേപ്പറും ആയിരുന്നു. ത്രെഡിന്റെ കുറെയൊക്കെ ഭയങ്കര ഇതായിക്കളാം. ടേപ്പറും അതുപോലെ തന്നെ, ടേപ്പർ ഒരുമാതിരി ടേപ്പ് പോലെ ആയി. ആദ്യത്തെ കുറെ പോർഷൻ കിട്ടിയെങ്കിലും പിന്നെ അവസാനത്തിൽ കുറച്ച് വിഷമിപ്പിച്ചളാം. Computer aided part programming CAPP offers a solution to these type of complex programs അല്ലെ. നമുക്ക് ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് അവിടെ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ മാനുവൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമായിരിക്കും CAPP. The use of repeated patterns of events which occur often on most of the engineering components. അതായത് ഇപ്പൊ ഒരു പ്രൊഡക്ഷൻ പ്ലാനിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു എന്താണ് ഒരു വാഹനം അല്ലെങ്കിൽ ഒരു വണ്ടി ഉണ്ടാക്കുന്ന ഒരു സെക്ഷനിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു CNC യുടെ ഹെൽപ്പോട് കൂടിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എന്താണ് നമ്മുടെ വരുന്ന പ്രൊഡക്ഷൻ പ്ലാനിലെല്ലാം ഒരേ ടൈപ്പ് ഓഫ് വാഹനങ്ങളായിരിക്കും അല്ലെ. അറ്റ്ലീസ്റ്റ് വരുന്ന സംഭവത്തിൽ ഒരു ബാച്ചിനകത്ത് ഒരു 100 എണ്ണം ഒരേ സംഭവങ്ങൾ ആക്കുകയാണെങ്കിൽ ഈസിലി അല്ലെങ്കിൽ സിംപിളി നമുക്ക് എന്ത് ചെയ്യിപ്പിക്കാൻ ഈ ഒരു സാധനം CAPP യുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ അത് ഭയങ്കര ഈസിലി നമുക്ക് ചെയ്ത് അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെയുള്ള സിസ്റ്റങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒന്നിലധികം ഹോൾസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും പറയുന്നത്. ഒരേ സൈസിലുള്ള ഒന്നിലധികം ഹോൾസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും പറയാം. അപ്പൊ നമ്മൾ ചുമ്മാ മെനക്കെട്ടിരുന്നിട്ട് മാനുവലി എഴുതുന്നതിനെക്കാട്ടും ഏറ്റവും ബെസ്റ്റ് എന്നറിയപ്പെടുന്ന CAPP യുടെ ഹെൽപ്പോട് കൂടി നമുക്ക് ആ ഒരു പ്രോഗ്രാമിംഗ് കാര്യങ്ങൾ എഴുതാൻ വേണ്ടി പറ്റും.
With the advert programming languages, the job of the part programmer has reduced to define the geometry of the workpiece. Already നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ വർക്ക്പീസിന്റെ ജോമെട്രിനെ ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ഇനി സ്പെസിഫൈ ദ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ആൻഡ് ദ ടൂളിന്റെ പാത്ത്. അതുപോലെ തന്നെ ടൂൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എവിടെ എൻഡ് ചെയ്യണം എന്നുള്ള സാധനം പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ ഏത് ഓപ്പറേഷനിലായിരിക്കും ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ പറയുന്നത് ഫേസിങ് എന്ന ഓപ്പറേഷൻ ചെയ്യുക. അതിനുശേഷം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ട് വെട്ടിക്കളയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയുന്നത് ചിലപ്പം പാർട്ടിങ് ഓഫ് ചെയ്തതിനു ശേഷം വേണം ഫേസ് ചെയ്യാൻ. ഫേസ് ചെയ്തതിനു ശേഷം ടേൺ ചെയ്യുക. ടേൺ ചെയ്തതിനു ശേഷം നമുക്ക് ടേപ്പർ ടേൺ ചെയ്യണം. അല്ലെങ്കിൽ ടേപ്പർ ടേൺ ചെയ്തതിനു ശേഷം ചിലപ്പോൾ സ്റ്റെപ്പ് അടിക്കണമെന്ന് വല്ല ഇട്ടുണ്ടെങ്കിൽ ആ സ്റ്റെപ്പ്. അപ്പൊ നമ്മളൊരു ജോമെട്രി ഓഫ് ദ വർക്ക് പീസ് എന്ന് പറഞ്ഞ സാധനം ഡയമെൻഷൻ ആയിരിക്കും. ജോമെട്രി ഓഫ് ദ വർക്ക് പീസ്, അതെ, ഡയമെൻഷൻ ആയിരിക്കും. പാത്ത്, ടൂളിന്റെ പാത്ത്, അതെ ആ കാര്യങ്ങൾ മാത്രം ഡിഫൈൻ ചെയ്തത്. ജോബ് ഓഫ് ദ കമ്പ്യൂട്ടർ ഇൻ ദ CAPP കൺസിസ്റ്റിംഗ് ഓഫ് ദ ഫോളോയിങ് സ്റ്റെപ്പ്. ഇപ്പൊ ഇൻപുട്ട്, ട്രാൻസ്ലേഷൻ, ഓക്കെ, പിന്നെ അരിത്തമെറ്റിക് കാൽക്കുലേഷൻ ചെയ്യുന്നുണ്ട്, കട്ടർ ഓഫ്സെറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്, പോസ്റ്റ് പ്രോസസർ എന്നുള്ള സാധനം. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന സാധനത്തിനെ ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ അതിനെ നമ്മൾ കൊടുത്തിരിക്കുന്ന സാധനത്തിനെ ഇത് വെച്ചിട്ട് ഒന്ന് കമ്പയർ ചെയ്യും, അരിത്തമെറ്റിക് ആയിട്ടുള്ള കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ തന്നെ കട്ടറിന്റെ ഓഫ്സെറ്റ് അല്ലേ, നമ്മൾ കൊടുത്തിരിക്കുന്ന സാധനത്തിന്റെ ബേസിസിൽ കട്ടർ എത്ര ഓഫ്സെറ്റ് ചെയ്യണമെന്ന് അത് തന്നെ അങ്ങ് നിശ്ചയിച്ചിട്ട് പരിപാടി ചെയ്തേക്കും. അതുപോലെ തന്നെ പ്രോസസർ അല്ലേ, ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഇതിന്റെ പോസ്റ്റ് ആയിട്ടുള്ള അല്ലെ കൊടുത്തിരിക്കുന്ന പ്രോസസ് എല്ലാത്തിനെയും ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് പ്രോസസറിന്റെ ഹെൽപ്പോട് കൂടി ആയിരിക്കും ഈ പരിപാടി ചെയ്യുന്നത്. ഇതൊന്നും ഓർമ്മിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ചുമ്മാ ഒന്ന് പറഞ്ഞേക്കാം. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലാംഗ്വേജസ് അവൈലബിൾ ഫോർ NC പ്രോഗ്രാമിംഗ് അല്ലെ. നമുക്ക് കൊടുത്തിരിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഓരോന്നായിട്ട് കൊടുക്കുന്നുണ്ട്. APT എന്ന് പറഞ്ഞ രീതിയിൽ വരുന്ന സാധനം ഉണ്ട് അല്ലെ. APT എന്ന് പറഞ്ഞ സാധനം ഓട്ടോമാറ്റിക്കലി പ്രോഗ്രാംഡ് ടൂൾസ് ആണ്. ഓൾഡസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലാർജസ്റ്റ് കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അത് MIT എന്നാണ് ഇത് വരുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് അറിയപ്പെടുന്ന 5 ആക്സിസ് കൺട്രോൾ ഓഫ് ദ ടൂൾ ഇൻ ദ 3-dimensional സ്പേസ് അല്ലെ. 5 ആക്സിസ് കൺട്രോൾ സിസ്റ്റം ആയിരിക്കും ഇതിനകത്ത് വരിക. 5 ആക്സിസ് കൺട്രോൾ ആയിരിക്കും, 5 ആക്സിസ് കൺട്രോൾ. അതൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. 5 ആക്സിസ് എന്ന് പറഞ്ഞാൽ ആ കൂടെ നമ്മൾ 3 ആക്സിസ് അല്ലേ പഠിച്ചിട്ടുള്ളൂ എന്നൊക്കെ തോന്നുന്നുണ്ടോ? തോന്നിയല്ലേ. അപ്പൊ നോക്കിയേ, XY Z എന്ന് പറഞ്ഞ 3 ആക്സിസ് പഠിച്ചിട്ടുണ്ട്. പോരാത്തതിന് നമുക്ക് എയും ബി എന്നുകൊണ്ട് വേറൊരു സാധനം പഠിച്ചിട്ടില്ലേ, ABC എന്ന് പറഞ്ഞ ആക്സിസ് എല്ലാം പഠിച്ചിട്ടില്ലേ. അതെ. അപ്പൊ ഇതിനകത്ത് നോക്കി ഇത് മൂന്നും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രണ്ടെണ്ണം കൂടെ കയറി കഴിഞ്ഞാൽ അവിടെ 5 ആക്സിസ് ആവും. ഓക്കെ അല്ലേ. അങ്ങനെയാണ് ഈ 5 ആക്സിസ് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മൾ 5 ആക്സിസിന്റെ സാധനങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ചുമ്മാ കേട്ട് വെച്ചിരുന്നത്. ഇതൊക്കെ അന്ന് മറ്റേ ആ പുള്ളി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അതൊന്നും കേൾക്കണ്ട. ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഇങ്ങനെയായിരിക്കും ഇത് വരുന്നത്. ഇത് ഓരോരുടെ പ്രോബബിലിറ്റി അനുസരിച്ച് ചിലപ്പോൾ ABC ഫുള്ളും വരാം, അതായത് റൊട്ടേഷനിൽ ഫുള്ളും വരാം. ഇതിനകത്ത് ഏതെങ്കിലും രണ്ടും വരാം, XY മാത്രമായിട്ട് വരാം. ഓക്കെ അല്ലേ. XO എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ മോഷൻ, XYZ എന്ന് പറഞ്ഞ സാധനം ട്രാൻസ്ലേഷൻ മോഷൻ ആണ്. അതേസമയം മറ്റേതാണെങ്കിൽ അറൌണ്ട് ദാറ്റ് XYZന്റെ എന്താണ് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എക്രോസ് ആയിട്ട് കടന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ് ആയിരിക്കും ABC എന്ന് പറയുന്നത്. ആലോചിച്ചാൽ അത് റൊട്ടേഷനായി. അതായത് മറ്റേതെന്ന ട്രാൻസ്ലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും, അതായത് ഒരു ലീനിയർ ആയിട്ടുള്ള മൂവ്മെന്റ് ആയിരിക്കും ഈ XYZ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ലീനിയർ ആയിട്ടുള്ള മോഷൻ ആയിരിക്കും ആക്ച്വലി XYZ കൊണ്ട് റെപ്രസെന്റ് ചെയ്തത്. ഇനി ഈ ലീനിയറിന് എക്രോസ് ആയിട്ട് ആരെങ്കിലും കിടന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ABC എന്ന് പറയുക. ഇത്രേ ഉള്ളൂ. അതായത് ആ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ബിയും സിയും. എക്സിന് എക്രോസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സാധനത്തിന് എയും, അതേസമയം ഒയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ബിയും, ഇസഡിന് കറസ്പോണ്ടിങ് ആയിട്ട് സി എന്നും പറയും. പിന്നെ നമ്മളിപ്പം ലീത്തുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് 3 ആക്സിസ് കൺട്രോളിന്റെ സാധനങ്ങൾ അല്ലെങ്കിൽ 2 ആക്സിസ് കൺട്രോളിന്റെ സാധനങ്ങളേ ഉള്ളൂ. അതിനകത്ത് 5 ആക്സിസ് എന്ന് പറഞ്ഞ സാധനങ്ങളോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പറയുന്നില്ല. അപ്പം അതിനെ കുറിച്ചല്ല ഇത് പറയുന്നത്. ഇവിടെ ഇപ്പം ടോട്ടലി ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എഴുതുകയാണെങ്കിൽ അവിടുത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ APTയുടെ സംഭവം പറയുന്നത്. ഇതിൽ മാക്സിമം ആണ് പറയുന്നത്. മാക്സിമം 5 ഇതായിരിക്കും. ഓക്കെ, ഈസ് ടു 5 ആക്സിസ് കൺട്രോൾ ഓഫ് ദ എന്താണ് ടൂൾ ഇൻ ദ 3-dimensional സ്പേസിൽ 5 ആക്സിസ് കൺട്രോൾ വരെ ഇതിന് മാക്സിമം അപ് ടു പറ്റും എന്നാണ് പറയുന്നത്. ടൂൾ ക്യാൻ ബി ഡ്രാഫ്റ്റിംഗ് pencil, a pointy spray nozzle, or even a cutting flame torch. Okay, the tool can be ഡ്രാഫ്റ്റിംഗ് പെൻസിലോ ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഇത് എന്ത് ഒന്നെങ്കിൽ ഡ്രാഫ്റ്റിംഗ് പെൻസിലോ അല്ലെങ്കിൽ നോയ്സ് ഇതൊന്നും വേണ്ട കേട്ടോ, ചുമ്മാ ഒന്ന് കേട്ട് വെച്ചത്. ലാംഗ്വേജ് ഇസ് നൗഡേയ്സ് യൂസ്ഡ് ഫോർ ദ പൊസിഷനിങ് സിസ്റ്റം ആസ് വെൽ ആസ് വിൽ പെർഫോം ദ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് റിക്വയർഡ് ഫോർ കോംപ്ലക്സ് കണ്ടിന്യൂസ് പാത്ത് സർഫസ് ആപ്ലിക്കേഷൻസ്. അതാണ്. അതൊന്നും വേണ്ട. നമ്മൾ APT യുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുകയാണെങ്കിൽ പേര് മാത്രം ഓർമ്മിക്കുക. എന്താണ് APT എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പ്രോഗ്രാംഡ് ടൂൾ. ടൂൾ അത്രയും മാത്രം പറഞ്ഞാൽ മറ്റേത് കുരിശാണ് കേട്ടോ. 5 ആക്സിസ് ഒന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് ചോദിക്കും, അടുത്ത ചോദ്യം ചോദിക്കുന്നത് എന്താണ് 5 ആക്സിസ്, എന്താണ് 5 ആക്സിസ് കൺട്രോൾ സിസ്റ്റം എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കും. വേണ്ട, അത് വേണ്ട. അത് ഇച്ചിരി പഴയ ലാംഗ്വേജ് ആണ്. CAPP ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മോസ്റ്റ് കോമൺലി അല്ലെങ്കിൽ ലാർജസ്റ്റ് കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതും ഇതാണ് ഉള്ളതിൽ വെച്ചിട്ട് APT ആണ്.
ഓക്കെ അല്ലേ? ഇനി APTയുടെ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള സാധനമായിരിക്കും ഈ അഡാപ്റ്റ് എന്ന് പറഞ്ഞ സാധനം. അപ്പൊ അവിടെ വരുന്നത് 2.5 ആക്സിസ് ആണ് കേട്ടോ. 2.5 ആക്സിസ് ആണ്. 2.5 ആക്സിസ് എന്നാണ് പറയുന്നത്. 2.5 ആക്സിസ്. ആ 2.5 ആക്സിസ് വീണ്ടും ഡൗട്ട് വേണം. 2.5 ആക്സിസ്. അര ആക്സിസ് ആ 2.5 അര അത് അത് എനിക്ക് കറക്റ്റ് അറിയണ്ട. ഞാൻ എന്താ വായിച്ചിട്ടില്ല. ഞാൻ 3 ആക്സിസ് ഒക്കെ കേട്ടുള്ളൂ. ഞാൻ 2.5 ആക്സിസ് ഇതാക്കിയിട്ടില്ല. ഞാൻ അന്നേ സ്കിപ്പ് ചെയ്ത സാധനമാണിത്. 2.5 ആക്സിസ് ഞാൻ നോക്കിയിട്ടൊന്നും നടാൻ ഇല്ല. എനിക്ക് തോന്നുന്നു എല്ലാ നമ്മളെ ഇതാക്കാം കൺവിൻസ് ചെയ്യാൻ വേണമെങ്കിൽ അതായത് ഏതെങ്കിലും റൊട്ടേഷന്റെ ഹാഫ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അതായത് ഏതോ 2 ആക്സിസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസ്ലേഷന്റെ ഏതോ 2 ആക്സിസും റൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഹാഫ് ആയിട്ടുള്ള ആക്സിസും ആക്ച്വലി പോവേണ്ടതിനെക്കാട്ടി ഹാഫ് എന്നുള്ള രീതിയിൽ ഫുള്ള് റൊട്ടേറ്റ് ചെയ്യുന്നില്ല, ഹാഫ് ആയിട്ടുള്ള റൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. ഇതാണ് അഡാപ്റ്റ്. ഈ അഡാപ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഇതിന്റെ അഡാപ്റ്റേഷൻ ഓഫ് APT ആണ്. അതുകൊണ്ടാണ് അഡാപ്റ്റ് എന്ന് പറഞ്ഞത്. APT തന്നെ അതിനെക്കാട്ടും കുറച്ചുകൂടെ അഡാപ്റ്റേഷൻ ചെയ്തിരിക്കുന്ന സാധനമായിരിക്കും. പക്ഷെ ഇതിനെ പറയുന്നത് APTയുടെ കുറച്ചുകൂടെ സ്മാളർ വെർഷൻ എന്നാണ്. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ലാർജർ ആയിട്ടല്ലേ വരേണ്ടത്. പക്ഷെ ഇത് അഡാപ്റ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. അതിൽ നിന്ന് കുറച്ചൊരു രീതിയിലാണ്. ആക്ച്വലി വരേണ്ട 5ന് പകരം അതിനെക്കാട്ടിയും പകുതിയായിട്ടുള്ള 2.5 ആക്സിസ് ഉള്ള കൺട്രോൾ വരുന്ന സാധനം എടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? അതാണ് അഡാപ്റ്റേഷൻ. അതായത് അപ്ഗ്രേഡേഷൻ അല്ല, അഡാപ്റ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതാണ് അഡാപ്റ്റ്. അത്രേ ഉള്ളൂ. അതിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തെടുത്തു, അഡോപ്റ്റ് ചെയ്തെടുത്തു എന്ന് പറഞ്ഞല്ല. അതിൽ നിന്ന് ചെറുതായിട്ട് ഇതായിട്ട് എടുത്ത സംഭവമാണ് ഇത്. അത് കുറച്ചുകൂടെ സ്മാളർ വെർഷൻ ഓഫ് APT. APTന്റെ അത്രയും വരുന്നില്ലെങ്കിലും കുറച്ച് സ്മാളർ വെർഷൻ ആണ്. അവിടെയും 2.5 ആക്സിസ് കൺട്രോളിന് വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ. അടുത്ത ഓട്ടോ മാപ്പ് എന്ന് പറഞ്ഞ സാധനം. അതും APT നിന്നും സബ്സെറ്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കുന്നത്. അത് ന്യൂമറിക്കൽ കൺട്രോൾ പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഈ ഓട്ടോ മാപ്പ് എന്ന് പറഞ്ഞ സാധനം. കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി അതുപോലെ എക്സാപ്റ്റ് എന്നറിയപ്പെടുന്നത് എന്താണ് പ്രത്യേകത? അത് കുറച്ചുകൂടെ എക്സ്റ്റെൻഡഡ് വെർഷൻ ഓഫ് APT ആണ്. സം ഇൻസ്ട്രക്ഷൻ വിത്ത് അഡീഷണൽ ബോറിംഗ് ആൻഡ് ടേണിംഗ് ഡേറ്റ ഓൾസോ. അപ്പൊ ഇതിനകത്ത് കുറച്ചുകൂടെ എന്താണ് ബോറിങ്ങിനും ടേണിങ്ങിനും വേണ്ടിയിട്ട് എക്സ്ട്രാ ഡേറ്റകളും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും എക്സാപ്റ്റ്. അതായത് നമ്മളിപ്പം APTയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അത്രയ്ക്ക് ഡേറ്റാസ് ബോറിങ്ങിനും ടേണിങ്ങിനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബോറിങ്ങും ടേണിങ്ങിനും വേണ്ടിയിട്ട് വന്നിട്ടില്ലെങ്കിലും ഈ എക്സാക്ട് പ്രോംപ്റ്റ് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബോറിങ്ങും ടേണിംഗ് എന്ന് പറഞ്ഞ 2 ഓപ്പറേഷനും അല്ലെങ്കിൽ ഓപ്പറേഷന്റെ അഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഫെസിലിറ്റി ടു ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ഫീഡ് ആൻഡ് സ്പീഡ്. അപ്പം ഇതിനകത്ത് തന്നെ എന്താണ് എക്സാപ്റ്റിന്റെ പ്രത്യേകത? ഇതിനകത്ത് ഫീഡും ഒക്കെ നമുക്ക് അല്ലെങ്കിൽ സ്പീഡും ഒക്കെ നമുക്ക് കുറച്ചുകൂടെ എന്താണ് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് പറയുന്നത്. അതുപോലെ അടുത്ത പ്രോംപ്റ്റ് ആണ്. ഇന്ററാക്റ്റീവ് ലാംഗ്വേജ് മെയിൻലി ഡിസൈൻഡ് ഫോർ ലേത്ത് മെഷീൻ സെന്റർ ആൻഡ് ഫ്ലെയിം കട്ടേഴ്സിലൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും ഈ പ്രോംപ്റ്റ് എന്ന സാധനം. ഒന്നും ഓർമ്മിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വിട്ടേക്ക്. പേരുകളൊന്നും ഓർമ്മിച്ച് കേട്ടോ, കുഴപ്പമില്ലല്ലോ. അപ്പം ഓട്ടോമാറ്റിക് പ്രോഗ്രാം ടൂൾസ് അല്ലെ, ഓട്ടോമാറ്റിക് പ്രോഗ്രാം ടൂൾസ് എന്നാണ് ഇത് പറഞ്ഞത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കുറച്ച് സാധനം കൂടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് കൂടെ നോക്കാം. APT ലാംഗ്വേജ് ഇസ് ദ NC ലാംഗ്വേജ് അല്ലെ. APT ലാംഗ്വേജ് ആയിരിക്കും നമ്മൾ ആക്ച്വലി ആ ഒരു ന്യൂമറിക്കൽ കൺട്രോൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ലാംഗ്വേജ് എന്ന സാധനം. ഓൾസോ യൂസ്ഡ് ആസ് ദ കമ്പ്യൂട്ടർ പ്രോഗ്രാം വിച്ച് പെർഫോംസ് ദ കാൽക്കുലേഷൻ ടു ജനറേറ്റ് ദ കട്ടർ പോർഷൻ ബേസ്ഡ് ഓൺ ദ APT സ്റ്റെപ്സ്. അല്ല, അത് NC എന്ന് ഉദ്ദേശിക്കുന്നത് CNC എന്ന് എഴുതാൻ മടിച്ചിട്ടാ NC എന്ന് എഴുതുന്നത്. ഓക്കെ, അതിൽ വ്യത്യാസമൊന്നുമില്ല. CNC എന്ന് എഴുതുന്നതിന് പകരം അവന്മാർ NC എന്ന് ഇട്ടിരിക്കുന്നേ ഉള്ളൂ. NC ലാംഗ്വേജ് എന്ന് ഉദ്ദേശിക്കുന്ന രണ്ടിലും വ്യത്യാസമൊന്നുമില്ല, ഒരേ സാധനം തന്നെ കേട്ടോ. അത് കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ തന്നെ. അപ്പൊ NC എന്നാണ് പറയുന്നത്. NC മെഷീൻ എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പം ഈ ആപ്റ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെ. നമ്മൾ ആപ്റ്റിൽ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന സാധനം എന്തായിരിക്കും? നമ്മുടെ MCU വർക്ക് ചെയ്യണം അല്ലെങ്കിൽ CNC വർക്ക് ചെയ്യണമെങ്കിൽ ആ CNCക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലാംഗ്വേജിലോട്ട് എത്തിക്കുക. അതാണ് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത് സാധനം. These statements are given under geometrical statements, definition statements. ഇപ്പം define the geometry of element of the workpiece. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സാധനം. അതായത് നിങ്ങൾ ഈ APTയിൽ എന്താ കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത്. APTയിൽ എന്താ കൊടുക്കുന്നത്? അല്ലെങ്കിൽ പ്രോഗ്രാമർ, വെളിയിൽ നിൽക്കുന്ന പ്രോഗ്രാമർ എന്താ കൊടുക്കുന്നത്? ഒരിക്കലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അടിക്കുകയല്ല ചെയ്യുന്നത്. പകരം നമ്മൾ എന്താണോ പ്രോഡക്റ്റ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ജോമെട്രി ബിഫോർ ആൻഡ് ആഫ്റ്റർ അല്ലെ, നമ്മൾ ആ തുടക്കത്തിൽ എങ്ങനെയാണ് ജോമെട്രി ഇരിക്കുന്നത് അല്ലെങ്കിൽ അവസാനം എങ്ങനെയാണ് ജോമെട്രി വരേണ്ടത്, ആ ഒരു കാര്യങ്ങൾ നമ്മൾ ഡിഫൈൻ ചെയ്യണം. മോഷൻ സ്റ്റേറ്റ്മെന്റ്, മൂവ്മെന്റ് സ്റ്റേറ്റ്മെന്റ്, ഡിഫൈൻ ദ പാത്ത് ടേക്കൺ ബൈ ദ കട്ടിംഗ് ടൂൾ ആക്ച്വലി മൂവ് ചെയ്യേണ്ട പാത്ത് എങ്ങനെയാണ് അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഓക്കെ. പോസ്റ്റ് പ്രോസസർ സ്റ്റേറ്റ്മെന്റ്, ഡിഫൈൻ ദ ഫീഡ് ആൻഡ് സ്പീഡ് ടു ആക്യുറേറ്റ് അതർ ഫീച്ചേഴ്സ് ഓഫ് ദ മെഷീൻ. അതായത് ആക്ച്വലി ഇതിൽ എത്ര ഫീഡ് കൊടുക്കണം അല്ലെങ്കിൽ എത്ര സ്പീഡ് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതായത് നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാൻ വേണ്ടി പറ്റുമല്ലോ, ഏത് മെറ്റീരിയൽ ആണ് നമുക്ക് അറിയാമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് ഫീഡ് കൊടുക്കണം. അതുപോലെ തന്നെ ഏത് മെറ്റീരിയൽ ആണ് നമുക്ക് അറിയാമെങ്കിൽ ഏത് സ്പീഡിൽ കൊടുക്കണം, ഏത് കട്ടിംഗ് സ്പീഡിലാണ് നമ്മൾ കൊടുക്കേണ്ടത്, അതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാമല്ലോ.
ആ കാര്യങ്ങളെല്ലാം ഇതിനകത്തോട് കൊടുക്കണം. അതാണ് ഈ പോസ്റ്റ് പ്രോസസർ. ഇനി അതുപോലെ തന്നെ ഓക്സിലറി സ്റ്റേറ്റ്മെന്റ്, മിസ്സലേനിയസ് സ്റ്റേറ്റ്മെന്റ്, ഇപ്പൊ ഡിഫൈൻ എ പാർട്ട്, ടൂൾ ടോളറൻസ്, അതായത് ഒരു പാർട്ടിനെ ഡിഫൈൻ ചെയ്യുക. ഒരു വൃത്തിയായിട്ട് ചിലപ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു പാർട്ട് എന്ന് അറിയപ്പെടുന്നത് ഭയങ്കര സ്റ്റെപ്പ് വരുന്ന ഒരു പാർട്ടായിരിക്കും. അപ്പൊ അതിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ അവിടെ നമ്മൾ കൊടുക്കേണ്ട ടൂളിന് കൊടുക്കേണ്ട ടോളറൻസ് എത്രയാണെന്നുള്ള സാധനം അല്ലെ, ടോളറൻസ് ഇത് എത്ര മാത്രം മാക്സിമം എത്ര പോവാം അല്ലെങ്കിൽ മിനിമം എത്ര പോവാന്നുള്ള സാധനം നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ 3D system that can be used to control up to 5 axes. This can be used to control a variety of different machine. അത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. 3D system ആണ് 5 ആക്സിസിനെ കൺട്രോൾ ചെയ്യുക. അതായത് ഇതിപ്പോ APT അല്ലേ പറയുന്നത്, APT ആയിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവമാണ് നമ്മൾ പറഞ്ഞത്. ഇതിന് ഒരു 3D system ആണ്. ആ 3D സിസ്റ്റത്തിൽ 5 ആക്സിസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 3D system ആണെന്നുള്ള സാധനം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അത് തന്നെ ഇവിടെ വീണ്ടും എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? ബാക്കിയൊന്നും ആവശ്യമില്ല, വേണ്ടല്ലോ. ഇപ്പോഴേ ഉറക്കം വന്നല്ലേ, അത്രയും വരെ, അത്രയും മതി. ഇതിപ്പം പ്രോഗ്രാമിംഗ് സീക്വൻസ് എന്നുള്ള രീതിയിൽ ചുമ്മാ എഴുതിക്കുന്നത്. അപ്രോക്സിമേറ്റ്ലി 400 വേർഡ്സ് in APT vocabulary. The operations of development of programming the APT are followed in the sequence of follows. Labeling the part on the drawing is divided into some basic geometric element like a line, plane, a circle. Different elements are given different label and name. These elements are also needed to be specified in the Cartesian coordinate system. വേണ്ട വേണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞല്ലോ. Prepare the part, the program, the APT transfer on the main script. അതെ. പാർട്ട് പ്രോഗ്രാമിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്ര, ഓക്കെ